പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച് തമിഴ്നാട്. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പദ്ധതി. വിരമിക്കുന്നവർക്ക് അവസാനം ലഭിച്ച ശമ്പളത്തിന്റെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി ലഭിക്കുന്നതാണ് പുതിയ പദ്ധതി. ജീവനക്കാരുടേതുപോലെ പെൻഷൻകാർക്കും 6 മാസം കൂടുമ്പോൾ ക്ഷാമബത്ത വർദ്ധിപ്പിക്കും. 2003 മുതൽ നിലവിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീമിന്റെ പരിമിതികൾ മറികടക്കുന്നതും പഴയ പെൻഷൻ സമ്പ്രദായത്തിന്റെ പ്രയോജനം നൽകുന്നതുമാണ് തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീം അഥവാ TAPS. പദ്ധതിയിലേക്ക് ജീവനക്കാർ ശമ്പളത്തിന്റെ 10% വീതം നൽകണം. നിശ്ചിത പെൻഷൻ നൽകുന്നതിന് അധികമായി വേണ്ട പണം സർക്കാർ വഹിക്കും. ശമ്പളക്കാർക്ക് ലഭിക്കുന്നതുപോലെ പെൻഷൻകാർക്ക് വർഷത്തിൽ 2 തവണ DA വർധന വരും. പെൻഷൻകാർ മരിച്ചാൽ അനന്തരാവകാശിക്ക് പെൻഷൻ തുകയുടെ 60% കുടുംബ പെൻഷനായി ലഭിക്കും. വിരമിക്കുന്ന ജീവനക്കാർക്ക് പരമാവധി 25 ലക്ഷം രൂപയോ സർവീസിനൊത്ത തുകയോ ഗ്രാറ്റുവിറ്റിയായി നൽകും. ജീവനക്കാരൻ സർവീസിലിരിക്കെ മരിച്ചാൽ ഇതേ തുക ലഭിക്കും. പദ്ധതി നടപ്പാക്കുന്നതിന് മുൻപ് വിരമിച്ച് CPS പ്രകാരം പെൻഷൻ വാങ്ങുന്നവർക്ക് നഷ്ടം നികത്തുന്നതിന് പ്രത്യേക ആനുകൂല്യം നൽകുന്നതാണ്. മതിയായ സേവന കാലയളവ് പൂർത്തിയാക്കാതെ വിരമിക്കുന്ന ജീവനക്കാർക്ക് മിനിമം പെൻഷൻ ലഭിക്കും. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി സ്റ്റാലിൻ തമിഴ്നാട് അഷ്വേർഡ് പെൻഷൻ സ്കീം പ്രഖ്യാപിച്ചത്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.